കേറ്റഡ് LPUP പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകരെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പ്ലേറ്റോയെ കുറിച്ചും അതുപോലെ ജീൻ ജാക്കോസ് റൂസോയെ കുറിച്ചും മനസ്സിലാക്കി. ഇന്ന് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകനാണ് ജോൺ എംഎസ് കൊമീനിയസ്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി എന്തൊക്കെയാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കിയത് നോക്കാം. അപ്പൊ നോക്കാം, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അദ്ദേഹത്തിന്റെ ജനനമാണ്. ജോൺ എംഎസ് കൊമീനിയസ് ജനിച്ചത് എവിടെയാണ്? ചെക്കോസ്ലോവേക്കിയയിലാണ്. ഇനി അദ്ദേഹം ഒരു പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകനായിരുന്നു. ഇനി നോക്കാം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിശേഷം ആദ്യ വിദ്യാഭ്യാസ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ എംഎസ് കൊമീനിയസ് ആണ്. നോക്കാം, മറ്റൊരു പോയിന്റ് പെനസോഫി. പെനസോഫി എന്ന് പറയുന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ജോൺ എംഎസ് കൊമീനിയസുമായി ബന്ധപ്പെട്ടാണ്. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാം പഠിപ്പിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി നോക്കാം, വിദ്യാഭ്യാസത്തിന് 3 താക്കോലായിട്ട് അദ്ദേഹം പരാമർശിച്ചു. ജോൺ എംഎസ് കൊമീനിയസ് വിദ്യാഭ്യാസത്തിന് 3 താക്കോലായിട്ട് പരാമർശിക്കുന്നത് എന്തൊക്കെയാണ്? നല്ല ഗുരുക്കന്മാർ, നല്ല പാഠപുസ്തകം, അതുപോലെ നല്ല പഠന രീതി. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് മനസ്സിലാക്കിയത് ഗ്രേറ്റ് ഡിഡാക്റ്റിക്. അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജോൺ എംഎസ് കൊമീനിയസുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകൾ മനസ്സിലാക്കിയ ഒന്ന്, അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറഞ്ഞാൽ ചെക്കോസ്ലോവേക്കിയയിലാണ്. ഇനി അദ്ദേഹത്തിന് എന്തായിട്ട് അറിയപ്പെട്ടു? ഈ ആദ്യ വിദ്യാഭ്യാസ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ആരും ചോദിച്ചാൽ അതാണ് ജോൺ എംഎസ് കൊമീനിയസ് ആണ്. ഇനി അദ്ദേഹത്തിന് മറ്റൊരു ആശയം തന്നെ പെനസോഫിയാണ്. പെനസോഫി എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവരും എല്ലാം പഠിപ്പിക്കുക എന്നാണ്. ഇനി മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ 3 താക്കോലായിട്ട് പരാമർശിച്ചത് എന്തൊക്കെയാണ്? നല്ല ഗുരുക്കന്മാർ, നല്ല പാഠപുസ്തകം, അതുപോലെ നല്ല പഠന രീതി. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതാണ് ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക്. അപ്പൊ ഇത്രയും പോയിന്റ്സ് സെറ്റ് ആയല്ലോ. അപ്പൊ ജോൺ എംഎസ് കൊമീനിയസിനെ കുറിച്ച് ഇനി എവിടെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായും ഈ പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക.